ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തിരിക്കുകയാണ് ജിൻഡോ. അപ്പോൾ ആ പരാതി DGP ADGPക്ക് കൈമാറിയെന്നാണ് ഞാൻ അറിയുന്നത്. അതിൽ കേസെടുക്കാമോ എന്ന് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് കാളിശ്വൻ രാജിനെ പോലുള്ള പ്രമുഖരായ അഭിഭാഷകരടക്കം സംസാരിച്ചു. അവർ പറയുന്നത് സുമോട്ടോ കേസ് എടുക്കാമെന്നുള്ളതാണ്. ഇതൊരു യുണീക്ക് കേസായി എടുക്കണ്ടേ? ഇത് കാലങ്ങളായി ഒരു സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈമുകളാണ്. അപ്പോൾ അതിന്മേൽ തെളിവുകളടക്കം ഒരു വിഭാഗം അവിടെ വന്ന് ഒരു ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിരിക്കുകയാണ് ആ തെളിവുകൾ സർക്കാരിൻ്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ, സർക്കാർ അതിന്മേൽ അടയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമല്ലേ ജിൻഡോ? തീർച്ചയായിട്ടും സ്മൃതി, എനിക്ക് നമ്മളോടൊപ്പം സംസാരിക്കുന്ന ഡോക്ടർ വിനീത് കുമാറിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റിനോടൊരു വിയോജിപ്പുണ്ട്. അത് പറഞ്ഞ് ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവരെ ചുമതലപ്പെടുത്തിയത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാനുമാണ്, അല്ലാതെ അവിടെ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ, ക്രൈംസിനെ എക്സ്പോസ് ചെയ്യാനല്ല എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സിനിമാ മേഖലയിലോ ആയിക്കോട്ടെ മറ്റേത് പൊതുമേഖലയിലായും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നടക്കുന്ന ക്രൈമിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശ ധാരണയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായതിൻ്റെ പുറത്താണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ പുറത്താണ്, നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും നേരത്തെ പല ആളുകൾക്കും അറിയാവുന്നതും പറഞ്ഞു കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ വീണ്ടും എഴുതി തയ്യാറാക്കി 295 പേജാക്കി സർക്കാരിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നത്? അവിടെ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ, ക്രിമിനൽ നെക്സസിനെ തുറന്ന് കാണിക്കാൻ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുമ്പോൾ സർക്കാർ അത് 4.5 വർഷക്കാലം മടിക്കുത്തിൽ വയ്ക്കുന്നത് ക്രിമിനൽ പ്രവർത്തനം തന്നെയാണ്. 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. പൊതുപണം പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അതുവരെ നടന്നിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് കാണാനുള്ള അവകാശവും അർഹതയും കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ അത് മറച്ചു വെച്ചത്? അത് ചോദിക്കുമ്പോൾ സർക്കാരിന് വേണ്ടിയിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര തിടുക്കമെന്ന്. 4.5 വർഷക്കാലം ഒരു റിപ്പോർട്ട് സർക്കാർ മടിക്കുത്തിൽ വെച്ച് നടന്നിട്ട് വീണ്ടും അത് ചോദിക്കുമ്പോൾ തിടുക്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ മന്ത്രിക്ക് എന്തിനാണ് ഈ വൻകിടക്കാരെ സംരക്ഷിക്കാൻ ഇത്ര തിടുക്കം എന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. രണ്ടാമത്, കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത് റിപ്പോർട്ട് തടയണം, പൊതുസമൂഹത്തിൽ വരുന്നത് തടയണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു? റിപ്പോർട്ട് പുറത്തു വിടുന്നതിനോടൊപ്പം ആയിരുന്നില്ല, റിപ്പോർട്ട് പരമാവധി പുറത്ത് വരാതിരിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള കാര്യം സംശയത്തിന് അതീതമാണ്. 2, ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ നമ്മുടെ സാംസ്കാരിക മന്ത്രി, അദ്ദേഹം പറയുന്നത് സ്ത്രീ സുരക്ഷയോടൊപ്പമാണ്, സിനിമാ മേഖലയിലെ സ്ത്രീകളോടൊപ്പമാണ് സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയ ഒരു നിർമ്മാതാവ് എന്ന് പറയുന്ന ആളുടെ പേരും സജി എന്നാണ്. ഈ മന്ത്രി സജി ചെറിയാനും ആ നിർമ്മാതാവും ഒക്കെ പറയുന്ന ഒരേ ആർഗ്യുമെൻറ്റ് തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് സജി ഇത്ര പ്രഹസനം കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട്? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണെന്നുള്ള തെറ്റിദ്ധാരണ സർക്കാരിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഈ മന്ത്രി വിചാരിക്കാൻ പാടില്ല. അടുത്തത്, സർക്കാർ സ്വമേധയാ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതല്ല. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അത് വിവരാവകാശ കമ്മീഷണറും കോടതിയുമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആവശ്യപ്പെട്ടു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ WCC എന്നൊരു വാക്ക് എവിടെയും അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഞാൻ കേട്ടില്ല. ഈ അന്വേഷണത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്, കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നത്, അതിനുശേഷം ഇത് പുറത്തുവിടുന്നതിൽ എവിടെയും WCCയുടെ റോൾ പറഞ്ഞു കേട്ടായി കണ്ടില്ല. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പല ഭാഗത്തായി WCC പ്രകീർത്തിക്കുന്നുണ്ട്. Debate with Smriti Parithikad.